ഇ എന്ന് പറയുന്ന നമ്പറിനെ നമ്മളൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓർ നമ്മൾ ഇയെ ഡിഫൈൻ ചെയ്യുകയാണ്. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് ഇയെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇ എന്ന് നോക്കാം. ഓയിലർ നമ്പറാണിത്. അതിനെ അപ്രോക്സിമേറ്റ്ലി ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.718281 ഈ കുറേ അപ്രോക്സിമേറ്റ് ആയിട്ട് ഇതാണ് ഇൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇതൊരു ഇറാഷണൽ നമ്പറാണ്. ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് എ ട്രാൻസ്ഡെൻറ്റൽ നമ്പർ. ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറാണ്. ട്രാൻസ്ഡെൻറ്റൽ നമ്പർ എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയലിൻ്റെ പോലും റൂട്ടായിട്ട് നമുക്ക് ഇയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡെൻറ്റൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഇ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡെൻറ്റൽ നമ്പറാണ്. ഈ ആണ് നമ്മുടെ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇത് ഈ കോൺസ്റ്റൻ്റ് ഡിസ്കവർ ചെയ്തത് ജേക്കബ് ബെർണോളി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. പക്ഷേ ഇതിന് ഇ എന്നുള്ള പേര് കൊടുത്തതും അതുപോലെ അതിനെ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസായിട്ട് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസാക്കി അതിനെ മാറ്റിയെടുത്തതും, അതായത് ആ രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം ഓയിലറാണ്. അപ്പോൾ ഓയിലറിനോടുള്ള ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ നമ്പറിനെ ഇ എന്ന് വിളിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു ജേക്കബ് ബെർണോളിയാണ് ഈ നമ്പർ ഡിസ്കവർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ. അപ്പം നമ്മളൊരു തുക ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം I=P/R എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഒരു വർഷം നമുക്ക് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണോ ഇടുന്നത് എല്ലാ വർഷവും നമുക്ക് ഒരേ പലിശ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പലിശയ്ക്കും കൂടി നമുക്ക് പലിശ കിട്ടുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് P ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ 2% എന്ന് പറഞ്ഞാൽ 2/100 ആണ്. പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ പെർ 100 അതാണ്. അപ്പോൾ 6% എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ ആ 6ൻ്റെ വാല്യൂ വരുന്നത് ഡിവൈഡഡ് ബൈ 100 ആണ് ശരിക്കും അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര പ്രാവശ്യമായിട്ടാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം. അതായത് നമുക്കൊരു P എന്ന് പറയുന്നൊരു തുക ഇട്ടു, ആദ്യത്തെ വർഷം പലിശ 6%, അപ്പോൾ I=P/R വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടു. ദെൻ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂട്ടി എന്നിട്ട് രണ്ടാമത്തെ വർഷത്തേക്ക് എടുക്കണം. അങ്ങനെയാവാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം തന്നെ വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട്, അതായത് 6 മാസത്തെ പലിശ ആദ്യം കണ്ടു, അതിനെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടി എന്നിട്ട് ആ എമൗണ്ടിനാണ് പിന്നത്തെ 6 മാസം നമ്മൾ പലിശ കണക്കാക്കുന്നത്. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 4 മാസം കൂടുമ്പോൾ ചെയ്യാം, വേണമെങ്കിൽ 1 മാസം കൂടുമ്പോൾ ചെയ്യാം, ഡെയിലി വേണമെങ്കിലും ചെയ്യാം. എത്ര പ്രാവശ്യം നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ എത്ര തവണ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ടൈം പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തു, അതാണ് ഈ N എന്ന് പറയുന്നത്. സോ XN എന്ന് പറയുന്നത് ദിസ് ബി റിട്ടേൺ ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടൈം പീരീഡ് കഴിയുമ്പോഴുള്ള റിട്ടേൺ ആണ് XN എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഈ XN എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. XN = P × 1 + R/n ⁴ n. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുകയാണ്. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് 1 രൂപയാണെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ 100%. അപ്പോൾ നമുക്ക് 1 രൂപ ഇട്ടാൽ ഒരു വർഷത്തേക്ക് 1 രൂപ തന്നെ പലിശ കിട്ടുന്ന അവസ്ഥ. പക്ഷേ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഫോർമുലയിൽ Pക്കും Rനും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു 100% ആണെങ്കിൽ അത് 100/100, അതാണ് ഇവിടെ 1 വന്നിരിക്കുന്നത്. സോ 1 + 1/n ⁴ n എന്നാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നോക്കാൻ പോണത് ഈ XN എന്തായിരിക്കും, അതായത് ഒരു പ്രാവശ്യമാണ് ഞാൻ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും
എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുക. 2 പ്രാവശ്യമായിട്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് കിട്ടുക? 3 പ്രാവശ്യമായിട്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടും? ഇതാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ ടേബിളിൽ കാണുന്നത് അതാണ്. സോ N1 ആണെങ്കിൽ ഒരു പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുക. 2 പ്രാവശ്യമായിട്ട് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2.25 കിട്ടും. 3 പ്രാവശ്യമാണെങ്കിൽ 2.37037035. 4 ടൈംസ് ആണെങ്കിൽ ഇങ്ങനെ. ഇനി 100 ടൈംസ് ആയിട്ടാണ് ഞാൻ കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതായിരിക്കും കിട്ടാൻ പോകുന്ന എമൗണ്ട്. 1000 ടൈംസ് ആയിട്ട്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1000 ടൈംസ് ആയിട്ടാണ് ഞാനിതിനെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് ദിസ് മച്ച്. 10,000 ടൈംസ് ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനിയും എനിക്ക് എന്നിൻ്റെ വാല്യൂസ് എത്ര വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. സോ ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി, നമുക്കിവിടെ നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2.718 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇൻ്റെ വാല്യൂ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചിരുന്നു. 2.71828 സംതിങ് അങ്ങനെയാണ് വരുന്നത്. സോ എന്നിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ടുവരും തോറും, കൂട്ടി എടുക്കും തോറും ഈ റിട്ടേൺ, നമുക്ക് കിട്ടുന്ന റിട്ടേൺ അത് ഒരു 2.71 അറൗണ്ടായിട്ടാണ് ഇതിങ്ങനെ നിൽക്കാൻ പോണത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടെൻഡൻസി ടു കൺവേർജ്. ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് കാണിക്കുന്നുണ്ട്, ഈ എക്സൻ. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞു, ഈ ഓയിലർ നമ്പർ ഇയെ നമ്മളൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ ആ സീക്വൻസ് ആണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന 1 + 1/n². ഇങ്ങനെയാണ് ഈ നമ്പർ ആദ്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്പർ ഓഫ് ടൈംസ് ദ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ്, അത് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ 1 രൂപയ്ക്ക് 100% പലിശ പ്രകാരം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇ എന്ന് പറയുന്ന ഒരു നമ്പർ ആദ്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടത്. പിന്നീടാണ് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് ഒരുപാട്, ഇനി നിങ്ങളങ്ങോട്ട് പല പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്യുമ്പോൾ, പല കോഴ്സുകൾ നിങ്ങൾ ചെയ്യുമ്പോഴും മാത്തമാറ്റിക്സിൻ്റെ പല പേപ്പേഴ്സിലും ഈ ഇ എന്ന് പറയുന്നയാൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഞാനിനി ഇയെ ഈ 1 + 1/n² ലിമിറ്റായിട്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോണത്. അത് ഡെഫിനിഷനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/n². അപ്പോൾ എനിക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യും എന്ന് എനിക്ക് കാണിക്കണം. കൺവേർജ് ചെയ്താലേ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we will prove that the sequence 1 + 1/n² is convergent. സോ ഇവിടെ en എന്ന് പറയുന്നത്, ഞാൻ ഈ 1 + 1/n² വിളിക്കുന്ന പേരാണ് en. സോ en എന്ന് പറയുന്നത് 1 + 1/n² ആണ്. ദെൻ നമുക്ക് ബൈനോമിയൽ തിയറം അറിയാം. ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം നമുക്ക് a+b² എന്താണ് കിട്ടുക? a+b² is a⁴n plus nc1 a⁻n−1b plus nc2 a⁻n−2b² plus എക്സെട്ര. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് nc(n) is 1, a⁻n−n, that means a⁻0, then b⁻n. ശരിക്കും ഇപ്പോൾ ഇത് b⁻n മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഞാൻ ആ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഈ 1 + 1/n² ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ എനിക്ക് എന്താ കിട്ടുക നോക്കാം. 1 a⁻n is 1 plus nc1 1⁻n−1 into 1/n plus nc2 1⁻n−2. അതൊക്കെ 1 തന്നെയാണല്ലോ, 1⁻n അതൊക്കെ നമുക്ക് 1 തന്നെയാണ്. സോ nc2 1/n² plus എക്സെട്ര ncn 1/n⁻n. ഞാനിവിടെ ncnനെ തൽക്കാലം 1 എന്ന് എഴുതണില്ല, കാരണം എനിക്ക് ഈ എക്സ്പ്രഷൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ നിർത്തുന്നത് കേട്ടോ. സോ ഇനി ഞാനിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. വാട്ട് ഇസ് nc1? nc1 ഇസ് 1/n/1 സോ 1 plus n/1 ഓർ
n/1 ഇൻറ്റു ഈ 1/n പ്ലസ് NC2 is n into n minus 1 divided by 2 factorial into 1/n square plus etc. plus ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് NCN is n factorial by n factorial ആണ് നമുക്ക് കിട്ടുക. സോ n into n minus 1 into n minus 2 etc. 2 into 1 divided by n factorial into 1/n power n. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് 1, ഇതും 1 തന്നെയാണ്. n/1 ഇൻറ്റു 1/n ഇസ് 1. ഇതിനെ ഞാൻ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു ഒരു n ഞാൻ ക്യാൻസൽ ചെയ്യണു. ബാക്കി ഉണ്ടാവുക n മൈനസ് 1/n. ഓക്കെ, n മൈനസ് 1/n ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. ഇതിനെ എനിക്ക് 1 മൈനസ് 1/n എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഇവിടെ എഴുതി. അടുത്ത ടേമിലും എനിക്ക് ഒരു n ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനെ ഇതുപോലെ തന്നെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു 1/n സ്ക്വയർ ഉണ്ടാവും. 1/n³ ആണ് തൊട്ടടുത്ത ടേമിൽ ഇതിൻ്റെ സ്ഥാനത്ത് വരാൻ പോണത്. അതിൽ ഒരു n ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ആണ്. അപ്പോൾ ഒരു n-നെ n മൈനസ് 1-ൻ്റെ കൂടെയും ഒരു n-നെ n മൈനസ് 2-ൻ്റെ കൂടെയും എടുത്തിട്ട് അതിനെ ഈ രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ we will get 1 minus 1/n into 1 minus 2/n plus etc. plus ലാസ്റ്റ് ടേം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു n ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് 1 തുടങ്ങി n മൈനസ് 1 വരെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു n പവർ n മൈനസ് 1 ഉണ്ടാവും. ഇവിടെയുള്ള n മൈനസ് 1 ടേംസിൻ്റെയും കൂടെ ഓരോ n-നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ഈ 1/n ഫാക്ടോറിയൽ അങ്ങനെ തന്നെ 1/n factorial into 1 minus 1/n into 1 minus 2/n into etc. ലാസ്റ്റ് ഈ 1 എന്നുള്ളതിനെ എനിക്ക് n മൈനസ് 1 എഴുതാൻ പറ്റും. സോ ഡിവൈഡഡ് ബൈ n എടുക്കുമ്പോൾ 1 മൈനസ് n മൈനസ് 1/n അതാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതാണ് en-ൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, ഇനി ഞാൻ ഇതേ എക്സ്പാൻഷനിൽ n ഉള്ളിടത്തെല്ലാം n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് en+1 ആരാന്ന് കിട്ടും. സോ en+1 വിൽ ബി 1 plus 1 plus 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n ആയിരുന്നു en-ൽ. സോ 1 മൈനസ് 1/n+1 പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n+1 ഇൻറ്റു 1 മൈനസ് 2/n+1 പ്ലസ് എക്സെട്ര plus 1/n factorial into 1 minus 1/n+1 into 1 minus 2/n+1 etc. into 1 minus n minus 1/n+1 plus ഒരു ടേമും കൂടി ഉണ്ടാവും ഇവിടെ 1/n+1 factorial 1 minus 1/n+1 1 minus 2/n+1 etc. 1 minus n/n+1 വരെ ഉണ്ടാവും. ഇതാണ് en+1-നുള്ള എക്സ്പാൻഷൻ. ഓക്കെ, പിന്നെ നമ്മൾ en-ൻ്റെ എക്സ്പ്രഷനും en+1-ൻ്റെ എക്സ്പ്രഷനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം a+b ഹോൾ സ്ക്വയർ അതിൽ 3 ടേംസാണുള്ളത്. a+b ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ 4 ടേംസാണുള്ളത്. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം a+b ഹോൾ പവർ n എടുക്കുമ്പോൾ യു വിൽ ഹാവ് n+1 ടേംസ്. സോ en-ൽ നമ്മൾ ഹോൾ പവർ n എടുക്കണം. സോ en-ൻ്റെ എക്സ്പാൻഷനിൽ നമുക്ക് n+1 ടേംസ് ആണ് ഉണ്ടാവുക. വൈൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് en+1 വി വിൽ ഹാവ് n+2 ടേംസ്. ഓക്കെ, സോ en കണ്ടെയ്ൻസ് n+1 ടേംസ് വൈൽ en+1 കണ്ടെയ്ൻസ് n+2 ടേംസ്. ഇനി അത് മാത്രമല്ല, ഈ en-ലും en+1-ലും നമുക്ക് 1 മൈനസ് സംതിങ് ബൈ n+1 ഫോമിൽ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്നൊരു കാര്യം n+1 എന്ന് പറയുന്നത് n-നേക്കാൾ വലുതാണ്. സോ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/n+1 വിൽ ബി ലെസ് ദാൻ 1/n. രണ്ട് സൈഡ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് മൈനസ് ഓഫ് 1/n+1 ഇസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഓഫ് 1/n എന്ന് കിട്ടും. രണ്ട് സൈഡും 1 ആഡ് ചെയ്യുക. സോ 1 മൈനസ് 1/n+1 ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് 1/n എന്ന് കിട്ടും.
ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. സോ 2/n+1 -2/n+1 ഇസ് ഗ്രേറ്റർ ദാൻ -2/n എന്ന് വരും. അവിടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം ഇവിടെയാണ് വലുത് വരിക എന്ന് കിട്ടും. സോ ഈച്ച് ടേം ഇൻ en+1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് ടേം ഇൻ en. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾറെഡി en+1 നമുക്ക് ഒരു ടേം എക്സ്ട്രാ ഉണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ടേംസിലാണെങ്കിലും ഓരോ ടേമും en-ലുള്ള ടേംസിനേക്കാളും വലുതായിട്ടാണ് en+1 വരുന്നത്. സോ en+1 വിൽ ബി ഗ്രേറ്റർ ദാൻ en ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. എന്ന് വെച്ചാൽ എന്താണ്? സീക്വൻസ് en ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്. ഇനി എനിക്ക് en കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ ഒറ്റ കാര്യം മതി. ഇത് ഇൻക്രീസിങ് ആണെന്ന് കിട്ടിയാൽ ഇത് മൊണോട്ടോൺ സീക്വൻസ് ആയി. സോ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം പ്രകാരം ഇൻക്രീസിങ് സീക്വൻസ് കൺവെർജൻ്റ് ആവണമെങ്കിൽ അതിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്ന് കിട്ടിയാൽ മതി. സീക്വൻസ് en ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ എന്തായാലും ലോവർ ബൗണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്ന് കാണിച്ചാൽ വി ആർ ഡൺ. അതാണ് ഇനി ഞാൻ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കാണിക്കണമെന്ന് നോക്കുക. അപ്പോൾ ഐ എന്ന് പറയുന്നത് 1 തുടങ്ങി n-1 വരെയുള്ള ഏതോ ഒരു നമ്പറാണെന്ന് വിചാരിക്കാം. ദെൻ ഐ ലെസ് ദാൻ n ആണ്. കാരണം നമ്മൾ ഐക്ക് എടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് n+1 ആണ്. അതിലും വലുതാണ് n. സോ ഐ ലെസ് ദാൻ n ആണെങ്കിൽ i/n എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറുതാവും. രണ്ട് സൈഡും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. 1 - i/n എന്ന് പറയുമ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ 0 ലെസ് ദാൻ 1 - i/n. ഈ 1 - i/n എന്ന് പറയുന്നത് എന്തായാലും 1-നേക്കാൾ ചെറുതാണ്. ബിക്കോസ് i/n പോസിറ്റീവാണ്. അതുകൊണ്ട് 1 - i/n എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറുതാണ്. ഇതെനിക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ടാണ്. 1 - i/n ഇസ് ലെസ് ദാൻ 1 എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലെയിം ചെയ്യാണ് 2⁻i-1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ഫാക്ടോറിയൽ ഫോർ ഓൾ i എലമെൻറ്റ് ഓഫ് n. ഇതും എനിക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ടാണ്. നമ്മൾ ചുമ്മാ ക്ലെയിം ചെയ്താൽ പോരാ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. അതിന് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഐക്ക് 1 കൊടുക്കുന്നു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് 2⁻1 - 1, അതായത് 2⁻0 1 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫാക്ടോറിയൽ. ബിക്കോസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും 1 തന്നെയാണ്. അപ്പോൾ ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ 2 ശരിയാണെന്ന് കിട്ടി. ഇനി ഞാൻ അസ്യൂം ചെയ്യാണ് ഐക്ക് ശരിയാണ് എങ്കിൽ i+1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഐ ആം അസ്യൂമിങ് ദാറ്റ് 2 ഈസ് ട്രൂ ഫോർ സം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 1-നേക്കാൾ, ഇപ്പോൾ 1 ട്രൂ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 2⁻i-1 ഇസ് ലെസ് ദാൻ i ഫാക്ടോറിയൽ ഫോർ സം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ i+1 എന്ന് പറയുന്നത് എന്തായാലും 2-നേക്കാളും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആയിരിക്കും. ഇനി ഐൻ്റെ സ്ഥാനത്ത് നമ്മൾ i+1 കൊടുത്തു നോക്കുകയാണ്. ഇനി സോ 2⁻i+1 - 1 എന്ന് വെച്ചാൽ 2⁻i. ഈ 2⁻i എനിക്ക് 2 × 2⁻i-1 എഴുതാൻ പറ്റും. ഇതിൽ 2⁻i-1 ഇപ്പം നമ്മുടെ അസംഷൻ പ്രകാരം ലെസ് ദാൻ i ഫാക്ടോറിയൽ ആണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ 2 × i ഫാക്ടോറിയൽ. ഓക്കെ, ഇനി 2-നേക്കാളും വലുതാണ് i+1. സോ 2 × i ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ലെസ് ദാൻ i+1 × i ഫാക്ടോറിയൽ. അതായത് i+1 × i ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് i+1 ഫാക്ടോറിയൽ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? 2⁻i+1 - 1 i+1 - 1 ഈസ് ലെസ് ദാൻ i+1 ഫാക്ടോറിയൽ എന്ന് കിട്ടി. സോ ഐക്ക് ശരിയാണെങ്കിൽ i+1 ശരിയാണ് എന്ന് കിട്ടി. സോ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് 2⁻i-1 ലെസ് ദാൻ i ഫാക്ടോറിയൽ ഫോർ ഓൾ i എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് മറക്കരുത്. നമ്മുടെ എയിം എന്ന് പറയുന്നത് en-ന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കാണിക്കലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 2 പവർ i മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ഫാക്ടോറിയൽ ആണെങ്കിൽ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/i ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പവർ i മൈനസ് 1 ഫോർ ഓൾ i എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടും. ഇനി ഇതാണ് നമ്മുടെ en. നമ്മൾ en ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ചെയ്ത് ഈ ഫോമിലേക്ക് എത്തിച്ചിരുന്നു. ഇതിൽ നമ്മുടെ 1 എന്ന് പറയുന്ന ഇക്വേഷൻ, 1 എന്ന് പറയുന്ന ഇനീക്വാലിറ്റി ഇതായിരുന്നു, 1 മൈനസ് i ബൈ n ഈസ് ലെസ് ദാൻ 1 ഫോർ i എലമെൻറ്റ് ഓഫ് 1, 2 എക്സെട്ര n മൈനസ് 1. ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒരു 1 മൈനസ് 1 ബൈ n ഉണ്ട്. ഇവിടെ ഐൻ്റെ സ്ഥാനത്ത് 1, ഇവിടെ 1, ഇവിടെ 2, അങ്ങനെ n മൈനസ് 1 വരെ ഇവിടെ ഐ നമുക്ക് വരുന്നുള്ളൂ. സോ ഈ ടേം ലെസ് ദാൻ 1 ആണ്, ഈ രണ്ട് ടേംസും ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റും ലെസ് ദാൻ 1 ആണ്. ഇവിടെയുള്ള ഈ n മൈനസ് 1 ടേംസും ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റും ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് ഇതിനൊക്കെ പകരം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദാറ്റ് ദിസ് ഈസ് ലെസ് ദാൻ 1 പ്ലസ് ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ പ്ലസ് 1, സെക്കൻഡ് ടേം അതുപോലെ തന്നെ പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1 വിച്ച് ഇസ് 1/2 ഫാക്ടോറിയൽ, അതുപോലെ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ. ഓക്കെ, ഇനി 2-ൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു 2 പവർ i മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ഫാക്ടോറിയൽ. സോ വി ഹാവ് 1/i ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പവർ i മൈനസ് 1. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമുക്കിവിടെ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി, സെക്കൻഡ് ടേം അങ്ങനെ തന്നെ എഴുതി. 1/2 ഫാക്ടോറിയൽ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പവർ 2 മൈനസ് 1, ദാറ്റ് ഇസ് 1/2. ദെൻ അടുത്തത് 1/2 സ്ക്വയർ എന്ന് വരും, എക്സെട്ര. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ടേം ഞാൻ ഇങ്ങനെ തന്നെ നിർത്തി. ഇത്രയും ഭാഗം നോക്കുക. ദിസ് is in geometric progression. 1/2, 1/2 സ്ക്വയർ എക്സെട്ര 1/2 പവർ n മൈനസ് 1 എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷനിലാണുള്ളത് വിത്ത് കോമൺ റേഷ്യോ 1/2. സോ നമുക്കിതിൻ്റെ സം കാണാനുള്ള ഫോർമുല അറിയാം. a ഇൻറ്റു 1 മൈനസ് ആർ പവർ n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 അങ്ങനെ തന്നെ 1 പ്ലസ് a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഫസ്റ്റ് ടേം ഇസ് 1 ഇറ്റ് സെൽഫ്. 1 ഇൻറ്റു 1 മൈനസ് ആർ പവർ n 1/2 പവർ n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ 1 മൈനസ് 1/2 വിച്ച് ഇസ് 1/2. ഈ 1 ഡിവൈഡഡ് ബൈ 1/2 ഇസ് സെയിം ആസ് ടേക്ക് പ്രൊഡക്റ്റ് വിത്ത് 2. സോ 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 1/2 പവർ n ആവും ഇത്, വിച്ച് ഇസ് 1 പ്ലസ് 2 മൈനസ് 1/2 പവർ n മൈനസ് 1. ബിക്കോസ് ഇവിടെ ഒരു 1/2 പവർ n ഉണ്ട്, ഒരു വി ആർ ടേക്കിംഗ് പ്രൊഡക്റ്റ് വിത്ത് 2. സോ 1/2 പവർ n മൈനസ് 1, അതായത് 3 മൈനസ് 1/2 പവർ n മൈനസ് 1. സോ 3-ന്ന് നമ്മളൊരു പോസിറ്റീവ് ടേം സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ലെസ് ദാൻ 3. അപ്പോൾ en ലെസ് ദാൻ 3. പിന്നെ നമുക്ക് നോട്ട് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ en-ൻ്റെ എക്സ്പ്രഷനിൽ എപ്പോഴും നമുക്കൊരു 1+1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. സോ 2-നേക്കാളും വലുതായിരിക്കും en ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 3. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് സീക്വൻസ് en ബൗണ്ടഡ് ആണ് എന്നും കിട്ടി. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടി സീക്വൻസ് en ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ നമ്മുടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നു ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. കൺവേർജൻ്റ് ആണെങ്കിൽ സീക്വൻസ് en-ന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് നമ്മൾ ഇ എന്ന് പേര് കൊടുക്കണം. ഓക്കെ, ഈ ഇയെ ആണ് ഓയിലർ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതാണ് ലിയനാർഡ് ഓയിലർ. ഇദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിനാണ് നമ്മൾ ഈ നമ്പറിനെ ഇ എന്ന് വിളിക്കുന്നത്. ഒരുപാട് സംഭാവനകൾ മാത്തമാറ്റിക്സിന് നൽകിയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്
ജീവിതത്തിൻ്റെ പകുതിയോളം അന്ധനായിട്ട് ജീവിച്ച ഒരാളാണ്. എന്നിട്ടാണ് ഇത്രത്തോളം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് തരാൻ പറ്റിയത്. സോ നമ്മളെല്ലാം അതിലും അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാരാണ്. സോ യു ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് several things in the field of mathematics.